മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി നേരിട്ട് സംബന്ധിച്ച് കെ.സി. വേണുഗോപാൽ എം.പി. കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭം കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിനിടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുമായുള്ള കെ.സി. വേണുഗോപാൽ എം.പിയുടെ അപ്രതീക്ഷിത കൂടിക്കാഴ്ച നടക്കുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഘടനാപരമായ മാറ്റം വരുത്തി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി നേരിട്ട് സംവദിച്ച് കെ.സി. വേണുഗോപാൽ എം.പി. ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളൊക്കെ പോരാടും. ഇത് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വരുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ്. ഇതിനെ നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ വിടൂല. അത് ഏറ്റവും വരെയും പോവും. നിയമം അവർ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ സമരത്തിൻ്റെ തീച്ചൂളയായിരിക്കും. നമ്മൾ പാർലമെൻറ്റിനകത്ത് ഇന്നലെ ഉണ്ടായത് പാർലമെൻറ്റ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്തവരുള്ള പ്രക്ഷോഭമായിരുന്നു. നിങ്ങളെ എം പി അതിൻ്റെ കൂടെ ശക്തമായിട്ടുണ്ട്. സാറിന്റെ പറയും, ഞങ്ങളെല്ലാവരും ഉണ്ട്, തൊഴിലാളികളെല്ലാവരും സാറിന്റെ പറയും. ഇതൊരു രാഷ്ട്രീയ കാര്യമല്ല, നാടിനെ നിലനിർത്തേണ്ട ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മളെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇത് പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ്, രാഷ്ട്രീയമൊന്നുമല്ല. അപ്പോൾ ആ പാവപ്പെട്ടവർക്കെതിരെ ആക്രമണം നമ്മൾ സമ്മതിക്കില്ല. ഗാന്ധിജിയുടെ പേര് മാറ്റുന്ന അവരുടെ രാഷ്ട്രീയം. പക്ഷേ ഇത് സ്കീം തന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭം കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിനിടയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുമായുള്ള കെ.സി. വേണുഗോപാൽ എം.പിയുടെ അപ്രതീക്ഷിത കൂടിക്കാഴ്ച. വാഹനത്തിൽ ആലപ്പുഴ പുറക്കാട് പഞ്ചായത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തോട്ടപ്പള്ളി പടിഞ്ഞാറ് ചാലയിൽ തോപ്പിൻ ഭാഗത്ത് കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ കാണുകയും അവിടെ ഇറങ്ങി അവരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു വേണുഗോപാൽ. പട്ടിണി കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറപ്പാണ് ഇത്. അന്ന് ഉണ്ടായ നിയമ തൊഴിൽ ഉറപ്പാണ്. ആ ഉറപ്പാണ് ഇപ്പോൾ ഇവരെ നീക്കം ചെയ്യുന്നത്. റൈറ്റ് ടു എംപ്ലോയ്മെന്റ്, അതായത് തൊഴിൽ ചെയ്യാനുള്ള അവകാശമാണ്. നമ്മുടെ അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല. നിങ്ങളുടെ തൊഴിലാളികളായിട്ട് വരുമ്പം നിങ്ങൾക്ക് ജോലി ചെയ്യാറുണ്ട്, നിങ്ങളുടെ അവകാശമാണ്. ഇത് ഔദാര്യമാക്കി മാറ്റുന്ന ഒരു നിയമമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഡിമാൻഡ് അനുസരിച്ചാണ്, നമുക്ക് ഓരോ പ്രദേശത്തിനും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാം, അതിന് വേറെ കണ്ടീഷനില്ല. ഇപ്പം ബജറ്റ് നോക്കിയിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫലത്തിലെന്താ വരാൻ വേണ്ടി പോകുന്നത്, തൊഴിലുറപ്പ് എന്ന് പറയുന്ന സാധനം തന്നെ ക്രമേണ ഇത് നിന്ന് പോകുന്ന സ്ഥിതിയിലോട്ട് വരും. അവരിപ്പോൾ ആളോട് പറയുന്നത് 125 ആക്കിയാണ്. 125, 100-ൽ പോലും ഇപ്പോൾ 92, 80, 75 നടത്തുന്നത് പലയിടത്തും. എന്തുകൊണ്ടാണ്? സമയത്തിന് പൈസ കിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ ഓരോ നിബന്ധനകളും ടെക്നിക്കൽ നിബന്ധനകളൊക്കെ വരും ഓരോ സമയത്ത്. പിന്നെ ചെയ്യുന്ന പണിക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ ഒരു കുളം കുഴിച്ചാൽ ആ കുളം 5 വർഷത്തിനുള്ളിൽ വീണ്ടും കുഴിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ നിലവിലുള്ള നിബന്ധനത്തിന് ആ പരിമിതി ഉണ്ട്, എന്നിട്ട് പൂർത്തിയാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ നിബന്ധന കൂട്ടിയിട്ട് 125 ആക്കിയുണ്ട്. എന്ത് കാര്യം? പിന്നെ പണമില്ല. നേരത്തെ 100 രൂപയിൽ 90 രൂപയും സെൻട്രൽ ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 60 രൂപയാക്കി മാറ്റി. 40 സ്റ്റേറ്റ് കൊടുക്കണം. ഇന്നലെ തന്നെ സ്റ്റേറ്റിലെ മന്ത്രി പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, 2000 കൂടി ഞങ്ങൾക്ക് അതുകൊണ്ടാക്കണം. അപ്പോൾ ഇത് സത്യത്തിൽ ഫലത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും സങ്കടവും വിഷമവും എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലത്തെ ഇത് പാവപ്പെട്ടവർ മാത്രം ആശ്രയിക്കുന്ന സ്കീമാണ്. കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലുള്ള ആശങ്ക തൊഴിലാളികൾ കെ.സി. വേണുഗോപാലിനോട് പങ്കുവച്ചു. UP സർക്കാരിന്റെ പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായി സാധാരണക്കാരുടെ അന്തസ്സ് ഉയർത്താനും തൊഴിൽ അവകാശം ഉറപ്പാക്കി സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും നടപ്പാക്കാനും ഗ്രാമീണ മേഖലയുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് 2005-ൽ ഈ പദ്ധതി അവതരിപ്പിച്ചതെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.